സർ, ഈ സജി ചെറിയാൻ വാ തുറന്നാൽ CPM-ന് പേടിയാണ്. അത്രയ്ക്ക് വലിയ തള്ളാണ് തള്ളിമറിക്കുന്നത്. അത് CPM-നെ വലിയ പ്രതിരോധത്തിലാക്കുകയും ചെയ്യും. ഇപ്പോൾ പുതിയൊരു തള്ളു വന്നിരിക്കുകയാണ്. 2019 ഡെങ്കിപ്പനി ചികിത്സ തേടിയത് ചെങ്ങന്നൂരിലെ സർക്കാർ ആശുപത്രിയിലാണ്. മരിക്കുമെന്നായപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വീട്ടുകാരോട് സർക്കാർ ആശുപത്രി ശുപാർശ ചെയ്തു. ഇപ്പോഴത്തെ പ്രശ്നം അറിയാലോ, വീണ ജോർജ് ഇങ്ങനെ ഏറിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അതിനിടയ്ക്കാണ് സജി ചെറിയാൻ്റെ ഈ ഒരു വല്ലാത്ത തള്ള്. ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് CPM. അതെ അതെ, ഹാരിസ് ചിറക്കൽ മുതൽ ബാക്കി പ്രതിപക്ഷത്തിൻ്റെ നേതാക്കന്മാരും എല്ലാവരും തന്നെ സ്വകാര്യ ആശുപത്രികളുടെ ഏജൻറ്റുമാരാണെന്ന് CPM പറഞ്ഞുകൊണ്ട് വലിയ ഒരു നെറേറ്റീവ് നടത്തുന്ന സമയത്താണ് അവരുടെ തന്നെ സീനിയർ മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ്റെ ഈ ഒരു വെളിപ്പെടുത്തൽ. ആരെ സഹായിക്കാനാണ് അപ്പോൾ അത്? അമൃത ആശുപത്രിയെ, മാതാ അമൃതാനന്ദമയിയുടെ സ്ഥാപനമായ AB വാജ്പേയി വന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തതാണ്. ചടങ്ങിൽ ഞാനും പോയിരുന്നു. ഉദ്ഘാടനം ചെയ്ത അതാ നമ്മുടെ ആണവ പരീക്ഷണത്തിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് വന്ന ആശുപത്രി ഉദ്ഘാടനം ചെയ്തത്. ആശുപത്രി ഉദ്ഘാടനം ചെയ്തപ്പോൾ വേദിയിലുണ്ടായിരുന്ന VS അച്യുതാനന്ദനാണ്. ഞാൻ ഓർക്കുന്നു, VS അച്യുതാനന്ദൻ എണീറ്റത് പോലുമില്ല. ഫ്രണ്ടിലിരുന്നുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് കാണാം. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കില്ല. അദ്ദേഹം VS അച്യുതാനന്ദനൊന്നും വരുത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇത് ഞാൻ നേരിട്ട് കണ്ട സംഭവം. കാരണം ഞാൻ ദൂരദർശനിൽ അത് ലൈവ് സംപ്രേഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് അടുത്തിരുന്ന VS അച്യുതാനന്ദൻ ഒന്ന് ഹസ്തദാനം ചെയ്യുമെന്ന് എണീക്കുക പോലും ചെയ്തില്ല. കാരണം സംഘപരിവാറിനുള്ളൊരു എതിർപ്പ്. ഇത് സംഘപരിവാർ ഇപ്പോഴും ശക്തമായിട്ട് ഇന്ത്യ ഭരിക്കുക തന്നെ ചെയ്യുന്നു. എന്തായാലും അത് പോട്ടെ. അന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും അന്ന് ഞാൻ ഡോക്ടറെ പരിചയപ്പെട്ടു. ഒരു ഡോക്ടറെ, പ്രേം കൃഷ്ണ എന്നോ മറ്റോ പേര്, അമേരിക്കയിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ പഠിച്ച് വൈദഗ്ധ്യം നേടിയ ഡോക്ടറാണ് അദ്ദേഹം. അമേരിക്കയിലെ സേവനം കഴിഞ്ഞ് ഫ്ലൈറ്റിൽ ഇവിടെ വന്നിറങ്ങും. ഇവിടുത്തെ അപ്പോയിൻമെൻറ്റുകൾ കഴിഞ്ഞിട്ട് നേരെ അമേരിക്കയിലേക്ക് പോകും. വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യൻ. കുറേ നേരം ഇത് സംസാരിച്ചു. ഡോക്ടറാണെന്നുള്ള യാതൊരു ജാടയുമില്ലാതെ അത്തരം വിദഗ്ധരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ഡോക്ടർമാരുള്ള ആശുപത്രിയാണ്. ഒരു പക്ഷേ പിണറായി വിജയന് പോയിരുന്നെങ്കിൽ അവിടെ അമേരിക്കയ്ക്ക് സമാനമായ ചികിത്സ ഇവിടെ തന്നെ കിട്ടുമായിരുന്നു. ആ സ്വകാര്യ ആശുപത്രി. സജി ചെറിയാൻ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണ്. ആശുപത്രിയിൽ വലിയ കെട്ടിടമുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറുണ്ട്. സ്വകാര്യ ആശുപത്രികളെക്കാൾ മുതൽ മുടക്കുണ്ട്. പക്ഷേ നമുക്ക് ഫലം കിട്ടേണ്ടത് രോഗചികിത്സയാണ്, രോഗശാന്തി. അത് സംഭവിക്കുന്നില്ല. കാരണം അവിടെ ശരിയായിട്ടുള്ള സിസ്റ്റത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കോർഡിനേറ്റ് ചെയ്യാൻ ആരുമില്ല. ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കണം, അതിന് മുകളിലൊരു കോർഡിനേറ്റർ വേണം. അവിടെ നടക്കുന്നില്ല. കാരണം എന്താ? ആരോഗ്യമന്ത്രിയുമല്ലാതെ ഭരിക്കുന്നത് അദ്ദേഹത്തെ ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ്. ഇപ്പം മെഡിക്കൽ കോളേജിലെ കോർഡിനേഷൻ്റെ കാര്യം സർ പറഞ്ഞല്ലോ. ഇപ്പം മിക്കവാറും വരുന്നത് ഡോക്ടേഴ്സ് തന്നെയായിരിക്കും. ഒരു സീനിയർ ഡോക്ടർ തസ്തികയിലേക്ക് എത്തുന്ന വ്യക്തിയായിരിക്കും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായിട്ടും. ആ ഒരു അതായത് അവരൊരു ഡോക്ടർ എന്നുള്ളൊരു ഇത് നോക്കണം. മാത്രമല്ല ഒരു ഡോക്ടറിന് ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എത്രമാത്രം നോക്കാൻ പറ്റുമെന്നുള്ളതും അറിയില്ല. ചിലപ്പോൾ ചിലവർ അതിൽ നൈപുണ്യം ഉള്ളവരായിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള സാർ പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ്റെ തലത്തിലുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ നിയമിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അല്ലേ ഒരു പരിധി വരെയൊക്കെ ഈ സർക്കാർ ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് കാരണം? അല്ല, ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരെ തന്നെയാണ് നിയമിക്കുന്നത്, ഒരു സംശയമില്ല. അല്ല, ഡോക്ടേഴ്സിന്റെ കാര്യത്തിലല്ല, അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിൽ. ഇപ്പൊ ഡോക്ടേഴ്സിനെ ആ ഒരു അഡ്മിനിസ്ട്രേഷനും ഈ ടെസ്റ്റ് വഴിയാണല്ലോ, അതും ക്വാളിഫൈഡ്. പ്രശ്നം അവിടെ അല്ല എഞ്ചിനീയർ. പ്രശ്നം ഉണ്ടാകുന്നത് എപ്പോഴെന്ന് വെച്ചാൽ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരോഗ്യമന്ത്രി പോലുമല്ല. ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞാൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ ഇപ്പോഴായിട്ടേ ഉള്ളൂ. മനസ്സിലായോ? അവർക്ക് ഹയറാർക്കിയിൽ വളരെ താഴെയാണ് അവർ നിൽക്കുന്നത്. ഇന്നലെ പാർട്ടിയിൽ അങ്ങോട്ട് അതുവരെ കേരള കോൺഗ്രസ്സുകാരിയായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഇന്നലെ വന്ന ആൾക്ക് ഈ സ്ഥാനമേ കിട്ടൂ. അവരുടെ സെക്രട്ടറിയോ, ആ സെക്രട്ടറി എന്ന് പറയുന്നത് ആരാ? CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ ആ ഹയറാർക്കി വെച്ചിട്ട് ആ സെക്രട്ടറിയെ ചെന്നിങ്ങനെ കുമ്പിട്ട് നിന്നേ പറ്റൂ വീണ ജോർജിന്. അയാൾ തീരുമാനിക്കുന്ന പോലെ. അയാളുടെ വീട്ടിൽ ആർക്കോ ചികിത്സ ശരിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ് മന്ത്രിയെ കൊണ്ട് അയാൾ ഡോക്ടറെ വിളിപ്പിച്ച് അവിടെ ഫയർ ചെയ്യിപ്പിച്ചു. അയാൾ പറയുന്ന പോലെ മന്ത്രി പ്രവർത്തിച്ചേ പറ്റൂ. സാധാരണഗതിയിൽ നേരെ തിരിച്ച മന്ത്രി പറയുന്ന പോലെ അയാൾ പ്രവർത്തിക്കണം. നേരെ തിരിച്ച് അവിടെ നടക്കുന്നത് തലതിരിഞ്ഞ ആ ഭരണത്തിൻ്റെ കുഴപ്പമാണ്. ഇനി ഡോക്ടർ B. ഇക്ബാൽ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണൻ, കേരള സർവകലാശാല VC ആയിട്ടിരുന്ന നല്ല വിവരമുള്ള മനുഷ്യൻ, CPM-കാരനാണ്, 100% CPM-കാരനാണ്. അദ്ദേഹം ഒരു ആരോഗ്യ നയം തയ്യാറാക്കി നൽകിയിട്ടുണ്ട് ഗവൺമെൻറ്റിൽ. ഷെൽഫിൽ വെച്ച് പൂട്ടിയിരിക്കുക, തുറന്നു നോക്കിയിട്ടില്ല. അതുപ്രകാരം ആരോഗ്യ നയത്തിൽ ഒരു മെഡിക്കൽ കോളേജിൻ്റെ കാര്യങ്ങൾ മുഴുവൻ, ആരോഗ്യ മേഖലയിലെ മുഴുവൻ കാര്യങ്ങൾ നോക്കേണ്ടത് ആരാണ്? മെഡിക്കൽ സർവീസസ് ഡയറക്ടറാണ്. സംസ്ഥാനത്തിൻ്റെ മെഡിക്കൽ സർവീസസ് ഡയറക്ടറാണ്. ആരോഗ്യ വകുപ്പ് ഡയറക്ടറാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്.
ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് ഇപ്പോൾ ഒരു സ്ഥാനവും ഇല്ല. എല്ലാം ഇപ്പോൾ സെക്രട്ടറിയാണ് തീരുമാനിക്കുന്നത്. അവിടം കൊണ്ടാണ് ഈ പ്രശ്നം. അയാൾക്ക് താല്പര്യമുള്ള, പാർട്ടിക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ മാത്രമേ അനുകൂല തീരുമാനം എടുക്കൂ. പാവപ്പെട്ട ഒരു രോഗിയുടെ പ്രാണൻ പോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കുകയില്ല. അല്ല, ഇതിപ്പോ സജി ചെറിയാൻ സത്യമാണ് തുറന്നു പറഞ്ഞത്. കാരണം സ്വകാര്യ ആശുപത്രി ഇത്തരത്തിലുള്ള സർക്കാർ ആശുപത്രികളിലേക്ക് പോകുമ്പോൾ അവർ റെഫർ ചെയ്ത് ഒന്നീ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ പറഞ്ഞതുപോലെ എനിക്ക് വേറൊരു സംഭവം തോന്നി. ഇപ്പൊ ഇന്നലെ കോട്ടയം മെൻസ് ഹോസ്റ്റലിലെ ബിൽഡിങ് പരിതസ്ഥിതി ഇത് മാത്രമല്ല, പല ജനറൽ ഹോസ്പിറ്റൽ ഇപ്പൊ പുതിയത് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അടുത്തിടെ പണി കഴിപ്പിച്ച പല ബിൽഡിങ്ങുകൾ പോലും ഭയങ്കരമായിട്ട് ചോർച്ചയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. പക്ഷെ ഞാനിപ്പോൾ ചിന്തിക്കുന്ന ഒരു കിംസ്, എയിംസ്, അതേപോലെ നിംസ്, ഈ പറഞ്ഞ അമൃത, എത്രയോ ഒത്തിരി സ്വകാര്യ ഹോസ്പിറ്റൽ നമുക്കറിയാവുന്നുണ്ട്. ഇവരുടെയൊക്കെ ബിൽഡിംഗ് എന്ത് ഭംഗിയായിട്ട്, എന്ത് മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അത് നീറ്റായിട്ട് ഒരു സൂക്ഷിക്കുക. അവിടെ ഇത്തരത്തിലുള്ള ഒരുപാട് പേര് വന്ന് ഇറങ്ങുന്നുണ്ട്. അവിടെ രോഗികൾക്ക് ക്ഷാമമൊന്നുമില്ല ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. പക്ഷെ അവർ ആ രോഗികൾ വരുന്നതിൻ്റെ അതിൻ്റെ ഫെസിലിറ്റി ആയാലും അവരെ ഇരിക്കാനുള്ള ഇതാണെങ്കിലും എല്ലാം അവിടെ ഓക്കെയാണ്. പക്ഷെ അതെന്തുകൊണ്ട് നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ വരുന്നില്ല? വീണ ജോർജ് പറയുന്നതാണ് ഈ ജനങ്ങൾ വർദ്ധിച്ചു വരുന്നത്. ജനങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് ഫെസിലിറ്റി കൂട്ടിയേ പോരെ. പക്ഷേ ഈ നിലവിൽ ഈ സർക്കാർ പണിയിക്കുന്ന ഊരാളുകളാണോ ഈ പറഞ്ഞ കിഫ്ബിയാണോ ആരെ കൊണ്ട് പണിയിച്ചാലും ഈ കോടികൾ ചെലവഴിക്കുന്ന ബിൽഡിങ് പോലും ഒരു 5 വർഷം പോലും മര്യാദയ്ക്ക് നിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ ഒരു അതിശയമായിട്ട് തോന്നുന്നത്. അല്ല, ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ചുരുക്കി നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, നമുക്ക് സാധാരണക്കാർക്കും അറിയാം. അതായത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടർ താഴെ അറ്റം വരെയുള്ള സ്റ്റാഫിനെ നിയന്ത്രിക്കുന്നത് അതിൻ്റെ മാനേജ്മെൻറ്റാണ്. അപ്പോൾ രോഗിക്ക് ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും വന്നാൽ അപ്പോഴവരെ ഫയർ ചെയ്യും. മനസ്സിലായോ? പുതിയ ആളിനെ നിയമിക്കും, സംവിധാനമുണ്ട്. പക്ഷേ മെഡിക്കൽ കോളേജ് വരുമ്പോൾ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ സെക്രട്ടറിയാണ്. ആ സെക്രട്ടറിയുടെ ഇഷ്ടത്തിന് പാത്രീഭൂതനാണെങ്കിൽ നിങ്ങൾ ഒരു കുന്തവും ചെയ്തില്ലെങ്കിലും ഒരു ജോലിയും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് അവിടെ തുടരാം, ട്രാൻസ്ഫർ ചെയ്യുകയില്ല. അതേസമയം ഇപ്പോൾ നോക്കിക്കോളൂ, ഹാരിസ് ചിറക്കലിനെ പോലെ ആൾക്കാരെ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യും ഉടനെ. അദ്ദേഹത്തിന് കൊടുത്തതാണ് തിരുവനന്തപുരത്തേക്ക് പാർട്ടിക്കാരനായതുകൊണ്ട്. ഇപ്പോൾ പാർട്ടിക്കാരൻ എന്നുള്ള മമത പോയി ഇനി കാസർഗോട്ടേക്ക് അടിക്കും. നോക്കിക്കോ, ഉടനെ തന്നെ നമ്മളൊന്ന് മറന്നു കഴിയുമല്ലോ ഇത്. ആ സമയത്തൊക്കെ അടിക്കും. നമ്മളങ്ങനെ പല മാറ്റങ്ങളും കണ്ടിട്ടുള്ളതല്ലേ. അതാണിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ്റിനെതിരെ ഒന്നും പറയാതെ ഇതുപോലെ പരാതി ഉന്നയിക്കാതെ നല്ല പിള്ളമാരായിട്ട് അവിടെയുള്ളവരെല്ലാം വളരെ അച്ചടക്കം പാലിച്ച് അങ്ങനെ ഇരിക്കും. അതിൻ്റെ ഫലമോ ഒരു സാധനവും കിട്ടുകയില്ല. ഈ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ ഉപകരണങ്ങൾ ഇല്ലാത്ത മെഡിക്കൽ കോളേജുകളിലെല്ലാം ഉപകരണങ്ങൾ എത്തി, ബെഡുകൾ എത്തി, മറ്റുള്ള ഫെസിലിറ്റി വരുന്ന പുതിയ ബിൽഡിംഗ് ഇവിടെ മാത്രമേ എത്തിയുള്ളൂ, മറ്റിടത്തൊന്നും എത്തില്ല. ഇതിപ്പോൾ ഹാരിസ് ചിറക്കൽ ഒരു പ്രശ്നം പറഞ്ഞതുകൊണ്ട് അതിൽ മാത്രമേ ആ സാധനം മാത്രമേ എത്തിയിട്ടുള്ളൂ. ഹൈദരാബാദിൽ നിന്ന് ഉടനെ വിളിച്ചു. അല്ല, മറ്റേ മരണപ്പെട്ട ബിന്ദുവിന്റെ മകൾക്ക് വേണ്ടി ചികിത്സയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നല്ലോ. അപ്പോൾ ഞാനത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. അവർ കാറിൽ നിന്ന് ഇറങ്ങി വന്നാൽ കുട്ടി നടന്നാണ് വന്നതും ഒക്കെ. പക്ഷെ പെട്ടെന്ന് മറ്റേ സ്ട്രക്ചർ കൊണ്ടുവരുന്നു, അതിനകത്തൊരു പിങ്ക് കളർ ഷീറ്റ് ഇട്ടേക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഷീറ്റ് വരുമെന്നുള്ള സത്യം. അങ്ങനെ ഒരു സംഗതി, അത് നല്ലൊരു ഇത് സ്ട്രക്ചർ. അപ്പം മറ്റേത് സ്ട്രക്ചർ ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് വലിക്കും. ഈ മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ആദ്യമായിട്ട് ആളില്ല, രോഗികളുടെ കൂട്ടിരിപ്പുകാരാണ് ഇത് വലിച്ചെടുത്തു പോകുന്നത്. അപ്പം ഞാൻ അവിടെ കണ്ടത് 3 പേര് വലിക്കാൻ ഒരു നേഴ്സിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ വെല്ലുന്ന തരത്തിലാണ് ആ കുട്ടിയെ പിടിച്ച് കിടത്തിയതും ഒക്കെ ചെയ്തത്. സത്യം പറയാം, എനിക്ക് ചിരിയാണ് വന്നത്. ഒറ്റൊരു വിഷയം ഉണ്ടായപ്പോ. അപ്പൊ ഇതൊക്കെ സാധിക്കാവുന്ന കാര്യങ്ങളാണ്. വിൽ പവർ ഉണ്ടെങ്കിൽ ഇത് നടക്കും. പക്ഷേ ഇതിപ്പോൾ കണ്ടോ, ഇത് കഴിഞ്ഞു. ഇതിൻ്റെ കാര്യം നമ്മൾ പത്രങ്ങളും മറന്നു, മാധ്യമങ്ങളും മറന്നു, ജനങ്ങളും മറന്നു. പഴയപടി തന്നെ കാര്യം ആ രീതി തന്നെ പോകും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കെ മുരളീധരൻ പറഞ്ഞു, മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ മൂക്കി പഞ്ഞിയും ഇട്ടുകൊണ്ടേ പോകാൻ പറ്റും. സത്യമാണ്. അങ്ങോട്ട് കടക്കാൻ പറ്റത്തില്ല, നാറ്റം കൊണ്ട് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ന് മാത്രമല്ല, ഈ പഞ്ഞി വേണ്ടേ, പഞ്ഞി ഇട്ടുകൊണ്ട് പോകാൻ പഞ്ഞി വേണ്ടേ. എനിക്ക് വലിയൊരു അപകടം പറ്റി, കാറും തകർന്ന് ഞാനും കുടുംബവും കൂടെ അവിടെ എന്നെ പാവപ്പെട്ട അതിലേ വന്ന ഒരു കാറുകാരൻ കൊണ്ടുപോയി അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ദേഹത്തോടെ ചോരയൊക്കെ ഒലിക്കുന്നുണ്ട്. അതൊന്ന് തുടച്ചു കളയാൻ നോക്കിയപ്പോൾ പഞ്ഞി സിസ്റ്റർ എത്താം. ആ സിസ്റ്റർ അവിടെ മുഴുവൻ നടന്നിട്ട് തിരിച്ചു വന്നു പറഞ്ഞു, സാറേ പഞ്ഞിയില്ല, അടിസ്ഥാന സൗകര്യം പോലും ഇല്ല. പിന്നെ എനിക്ക് സ്വകാര്യ ആശുപത്രി പോകേണ്ടി വന്ന എൻ്റെ കാര്യം. ഇത് തന്നെ പി രാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. പി രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് തനിക്കും സർക്കാർ ആശുപത്രിയിൽ ചികിത്സ വേണ്ടതുപോലെ കിട്ടാഞ്ഞിട്ട് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. ഇനി പിന്നെ കുറച്ചുകൂടെ പിറകോട്ട് പോയി ഈ അച്യുതാനന്ദൻ തന്നെ ലണ്ടനിലെ ഒരു ആശുപത്രിയിൽ പോയിരുന്നു. അന്ന് സഖാവിനോട് ആൾക്കാർ ചോദിച്ചു എന്തുകൊണ്ട് ലണ്ടനിൽ പോയി. അത് മെഡിക്കൽ കോളേജിൽ പോയി കിടന്നാൽ മരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ ലണ്ടനിൽ പോയി. അതുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം ജീവനോട് ഇരിക്കുന്നതെന്ന് പറയുന്നു. അതേസമയം വയലാർ രാമവർമ്മ മെഡിക്കൽ കോളേജിലാണ് കിടന്നത്. അത് മരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണം ഒഴിവാക്കാമെന്ന് CPIയുടെ പ്രമുഖ നേതാക്കളായിട്ടുള്ള KP രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞു. അപ്പോൾ മെഡിക്കൽ കോളേജിൽ പണം നല്ലപോലെ മുടക്കിയിട്ടുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഫലം
അതുപോലെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല, അത് മറ്റാർക്കൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പരമപ്രധാനമായിട്ടുള്ള കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.